വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ക്രോപ്പ് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബ്ലൗസിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് ആ ഒരു നീളത്തിൽ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെയിൻ ഫാബ്രിക് ഞാൻ ഇതേപോലെ 4 ആയിട്ടാണ് മടക്കി എടുത്തിരിക്കുന്നത്. ലൈനിങ്ങും അതേപോലെ തന്നെ 4 ആയിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് തന്നെ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ബ്ലൗസിൻ്റെ ലെങ്ത്ത് എനിക്ക് വേണ്ടത് 14 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 2 ഇഞ്ച് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഷോൾഡർ വിഡ്ത്ത് 12 ഇഞ്ചാണ്. അതിൻ്റെ നേർപകുതി 6 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആം ഹോൾ ലെങ്ത്തും 6 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് എനിക്കിവിടെ 26 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. തയ്യൽ തുമ്പ് 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ കൊടുക്കാവുന്നതാണ്. താഴെ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അവിടെയും തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്നതിൻ്റെ മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് താഴോട്ടേക്ക് ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. നെക്ക് വിഡ്ത്ത് ഞാനിവിടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്തെ നെക്കിൻ്റെ ലെങ്ത്ത് 4.5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതൊരു ബോക്സായിട്ട് വരച്ചെടുക്കാം. ഫ്രണ്ട് ഭാഗത്ത് യു ഷേപ്പിലാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാം. ഈ എക്സ്ട്രാ തുണി വരുന്നതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ ആം ഹോൾ കർവ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടായില്ല. ഇതേപോലെ ഒരു ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈസി ആയിട്ട് നമുക്ക് ആം ഹോൾ കർവ് വരച്ചെടുക്കാവുന്നതാണ്. ഇനി ആം ഹോളിൻ്റെ സൈഡിൽ നിന്നും ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഫ്രണ്ട് പീസിലെ ആം ഹോൾ കർവ് 1/2 ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ആക്കിയ ശേഷം ഫ്രണ്ട് ഭാഗത്തെ നെക്കും ആം ഹോൾ കർവും കട്ട് ചെയ്തെടുക്കണം. ഇനി ബാക്ക് വശത്തെ നെക്ക് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നെക്ക് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെയിൻ ഫാബ്രിക്കും ലൈനിങ് മെറ്റീരിയലും ഒരുമിച്ച് ഇതേപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കണം. അതിന് മുന്നേ ബാക്കിലാണ് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഓപ്പൺ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് നീക്കിയിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് വിഡ്ത്ത് ഇവിടെയും 2.5 ഇഞ്ച് തന്നെയാണ്. നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് മാർക്ക് ചെയ്ത പോലെ തന്നെയാണ്. നെക്കിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്ക് വശത്ത് വി ഷേപ്പിലാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് കേർവ് ചെയ്തിട്ട് വേണം വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ ഒരു വി നെക്കിൻ്റെ സെൻട്രൽ ഭാഗത്ത് നിന്നൊരു 1/4 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കേർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ബാക്കി അളവുകളൊക്കെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് മാർക്ക് ചെയ്ത പോലെ തന്നെയാണ്. ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും ഒക്കെ അതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇതിന് ജോയിൻ ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 സൈഡ് വശത്തും ആം ഹോളിൻ്റെ ഭാഗത്തും മുകൾ ഭാഗത്തും ഇതേപോലെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് വെച്ച് ഒരു ലോങ് സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ്. നമുക്കിതിൻ്റെ നെക്ക് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ക്യാൻവാസിൽ ഞാനിവിടെ നെക്ക് കട്ട് ചെയ്തെടുത്ത ശേഷം ഒരു തുണിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്ത് യു ഷേപ്പിലുള്ള നെക്കാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിരുന്നത്. അതപ്പോൾ അതേ അളവിൽ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തിട്ട് ലൈനിങ് മെറ്റീരിയലിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് തുണി വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ക്യാൻവാസ് കഴിഞ്ഞ ഭാഗത്ത് നിന്ന് ഇതേപോലെ കവർ ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് സെൻട്രൽ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്ക് ഭാഗം ഇതേപോലെ ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ നെക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്ത സ്ഥലത്ത് നിന്നും ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ബാക്കി സെൻട്രൽ ഭാഗത്തെ ആ ഒരു പീസ് കട്ട് ചെയ്ത് കളയാം. ഇനി സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ഇതേപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. ഇനി ഈ ഒരു ക്യാൻവാസിൽ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്ന ഭാഗം ഇതേപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു അരികു വശത്ത് കൂടി ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്ന ഭാഗം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അതിനുശേഷം ഉൾഭാഗത്ത് നൂലും സൂചി ഉപയോഗിച്ചിട്ടൊന്ന് ഹെം ചെയ്ത് കൊടുത്താൽ മതി.
ഇനി ബാക്ക് പീസിലാണ് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സെൻട്രൽ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അത് കട്ട് ചെയ്യുന്നതിന് മുന്നെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ബാക്ക് നെക്ക് ഞാൻ ഇതേപോലെ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്ത ശേഷം ഒരു ലൈനിങ് പീസിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് 1/4 ഇഞ്ച് വീതം രണ്ട് സൈഡിലും എക്സ്ട്രാ കൂട്ടിയിട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കാരണം നമ്മളിത് സെൻട്രൽ ഭാഗത്ത് കൂടി കട്ട് ചെയ്തെടുത്ത ശേഷം അവിടെ നമ്മൾ അയ്യും ഹൂക്കും പിടിപ്പിക്കുന്നതിനുള്ള പടി സ്റ്റിച്ച് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിനുള്ള തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് ഉള്ളിലേക്ക് കവറായി പോകും. നമ്മൾ കറക്റ്റ് അളവിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ സെൻട്രൽ ഭാഗത്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു നെക്ക് കുറച്ച് കുടുങ്ങിപ്പോവും. അപ്പം അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 1/4 ഇഞ്ച് വീതം രണ്ട് സൈഡിലും കൂടി കൂട്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്ക് ചേർത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് സെൻട്രൽ ഭാഗത്തെ ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് കൂടി കട്ട് ചെയ്തെടുത്തിട്ട് ഇത് 2 പീസാക്കി എടുക്കാം. ഇനി നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ക്യാൻവാസ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇനി ഇവിടെ അയ്യും ഹുക്കും വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സൈഡിലായിട്ട് ഹുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ലൈനിങ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 ഇഞ്ച് വീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പീസ് ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നല്ല വശത്ത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു പീസിൽ എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുത്ത ശേഷം ഇവിടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. നെക്ക് നമ്മൾ മുന്നേ ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് ആ ഒരു നെക്ക് സൈഡിൽ വരുമ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് കംപ്ലീറ്റ് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു ഐ വെച്ച് കൊടുക്കുന്ന ഭാഗത്തായിട്ട് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഒരേ അളവിൽ കട്ട് ചെയ്തെടുത്ത ശേഷം ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി തിക്നെസ് തോന്നുക. അപ്പോൾ ആ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് 1 ഇഞ്ചോളം വീതിയിലുള്ള ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് അത് പുറത്തേക്ക് കാണുന്നത് കൊണ്ട് തന്നെയാണ് മെയിൻ ഫാബ്രിക്കും കൂടി ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ അടിവശത്താണ് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുന്നത്. ഈ നെക്ക് നമ്മൾ ആദ്യമേ സ്റ്റിച്ച് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് മടക്കിയിട്ട് ഉള്ളിലേക്ക് കവർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എക്സ്ട്രാ കുറച്ച് ഭാഗം മുകളിലേക്ക് വെച്ച ശേഷമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ല വശത്തേക്ക് മടക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നെക്ക് വശത്ത് ആദ്യം ഇതേപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സൈഡിൽ 1/4 ഇഞ്ച് അളവിൽ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഈ ഒരു ഭാഗത്തെ തയ്യൽ തുമ്പ് കവർ ചെയ്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 ഇഞ്ച് അളവിൽ ഒരു സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കാം. ഈ ഒരു വശത്ത് ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ചോളം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അയ്യും ഹൂക്കും വെച്ച് കൊടുക്കുന്നതിനുള്ള പടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതിന് കറക്റ്റ് ലെവലിലൊന്ന് വെച്ച് കൊടുത്തിട്ട് അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാക്ക് വശവും ഫ്രണ്ട് വശവും സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷമാണല്ലോ നമ്മൾ അയ്യും ഹൂക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതേപോലെ ഒന്ന് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. 2 പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ നെക്കിൻ്റെ സൈഡിലായിട്ട് ബാക്ക് പീസിൻ്റെ നെക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് കവർ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്.
ഈ ഒരു ഷോൾഡർ ജോയിൻ ചെയ്തെടുത്ത ശേഷം ഇതേപോലെ വലിച്ചു കൊടുത്തിട്ട് നെക്ക് സൈഡിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇതേപോലെ ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ആം ഹോൾ കർവ് കറക്റ്റ് ആക്കിയിട്ടൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ ഒരു ആം ഹോൾ കർവ് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ സ്ലീവ്ലെസ് ആയിട്ടാണ് ഈ ഒരു ബ്ലൗസ് ചെയ്തെടുക്കുന്നത്. ഇനി ലൈനിങ് പീസിൽ നിന്നും ക്രോസ് പീസുകൾ കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് വലിയൊരു സ്ട്രിപ്പാക്കി എടുക്കുക. 1.5 ഇഞ്ച് വീതിയിലുള്ള ഈ ഒരു പീസ് ഇതേപോലെ രണ്ടാക്കി മടക്കി എടുത്ത ശേഷം ഈ ഒരു ബ്ലൗസിൻ്റെ നല്ല വശത്ത് ചേർത്ത് വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു ആം ഹോളിൻ്റെ സൈഡിൽ ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നിവർത്തി വെച്ച് കൊടുത്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. ഇനി ഇത് കംപ്ലീറ്റ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം ഈ ഒരു അരികു വശത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൈഡ് ഇതേപോലെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറ്റേ ഭാഗവും ചെയ്തെടുക്കാം. രണ്ട് സൈഡിലെയും ആം ഹോളിൻ്റെ ഭാഗത്ത് ഇതേപോലെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് 2 ടക്സ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഭാഗത്ത് നിന്ന് ഒരു ഭാഗത്തേക്ക് 3.5 ഇഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് രണ്ട് സൈഡിലേക്കും 3.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷോൾഡറിൽ നിന്നും താഴേക്ക് 9.5 ഇഞ്ചിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ടക്സിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പീസിൽ ഇതേപോലെ 2 ടക്സ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ അടിവശം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ലൈനിങ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നല്ല ഭാഗത്ത് വെച്ച് കൊടുത്ത് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ നൂല് സൂചിയും വെച്ചിട്ട് ഹെം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 ഇഞ്ച് വീതിയിലുള്ള ലൈനിങ്ങിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. അത് രണ്ടായിട്ട് മടക്കിയെടുക്കുക. അതിനുശേഷം നല്ല ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫ്രണ്ട് പീസിൽ ചെയ്തെടുക്കാം. ഇതേപോലെ അടിവശത്ത് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നിവർത്തി വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇനി ഇത് കംപ്ലീറ്റ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എം ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ ബാക്ക് പീസിലും ചെയ്തെടുക്കണം. ബാക്ക് പീസിലും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അളവുകളൊക്കെ കറക്റ്റാക്കി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം രണ്ട് സൈഡ് വശവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് സൈഡിലും കൂടി 3 സ്റ്റിച്ച് വീതം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് കുട്ടികളാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്നുകിൽ തടി വയ്ക്കും, അതല്ലെങ്കിൽ നമ്മൾ ഈ തുണി വെള്ളത്തിലിടുന്ന സമയത്ത് ചിലപ്പോൾ ചുരുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ച് അഴിച്ചു കൊടുത്താലും ബാക്കി 2 സ്റ്റിച്ച് എക്സ്ട്രാ കിടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് 3 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ബാക്കി വന്നിട്ടുള്ള എക്സ്ട്രാ പീസസൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു ക്രോപ്പ് ടോപ്പ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പുറകുവശത്ത് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോ കൂടെ തയ്യാറാക്കി എടുക്കണം.
പുറകുവശത്ത് ഇവിടെ അയ്യും ഹൂക്കും വെച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ ബോ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മെയിൻ ഫാബ്രിക്കിൻ്റെ അടിവശത്ത് നൂല് ഇളകി വരുന്നത് കൊണ്ട് തന്നെ ലൈനിങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു തുണി ഞാൻ 10 ഇഞ്ച് വീതിയാണ് എടുത്തിട്ടുള്ളത്. 10 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളവും മതിയാവും. ഞാനിപ്പോൾ കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ആ ഒരു ബ്ലൗസിൻ്റെ പുറകുവശത്ത് എത്ര നീളത്തിലാണോ വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഒരു 4 ഇഞ്ച് ലെങ്ത്തിലുള്ള ഒരു ചെറിയ പീസും കൂടി എടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് ലെങ്ത്തും ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ വിഡ്ത്തും മതി. അത് നമുക്ക് ചെയ്തെടുക്കേണ്ട എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു ചെറിയ പീസ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും 4 സൈഡും ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ രണ്ടായിട്ട് മടക്കി എടുത്തിട്ട് സ്ട്രൈറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സെൻട്രൽ ഭാഗത്ത് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇത് നമുക്ക് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്യാപ്പ് വഴിയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതൊരു 14 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇത്രയും ആവശ്യം വരില്ല. നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് വശത്ത് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നോക്കിയിട്ട് വേണം ഈ ഒരു ബോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും നീളത്തിൽ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ നേർ പകുതിയാക്കി എടുത്തിട്ട് ഇതിൻ്റെ അളവ് കറക്റ്റാക്കി ഒന്ന് നോക്കിയ ശേഷം ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇവിടെ എനിക്കിപ്പോൾ 10 ഇഞ്ചാണ് ആവശ്യം. 10 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ ഓരോ കോർണറും ഇതേപോലെ ഒന്ന് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അത് കുഴപ്പമില്ല. ഇതേപോലെ നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ട് സെൻട്രൽ ഭാഗത്ത് ആ ഒരു ചെറിയ പീസ് കവർ ചെയ്ത് തുന്നിയെടുക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പ് കവറായി പോയിക്കോളും. അതിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യം നമ്മൾ ആ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിരുന്നത്. ഈ ഒരു ബോയുടെ സെൻട്രൽ ഭാഗത്ത് ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് സൂചി നൂലും വെച്ചൊന്ന് തുന്നി കൊടുക്കാം. ഇതേപോലെ തുന്നി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നേ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസ് ആ ഒരു തുന്നിയ ഭാഗത്ത് ഇതേപോലെ ഒന്ന് കവർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത് ആവശ്യം അതനുസരിച്ചിട്ട് തുന്നിയെടുത്ത ശേഷം ബാക്കി പീസ് കട്ട് ചെയ്ത് കളയാം. ബ്ലൗസിൻ്റെ പുറകുവശത്ത് ഈ ഒരു ഭാഗത്തായിട്ട് സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഈ ഒരു ബോ ഇവിടെ തുന്നി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.